എന്താ പറയാ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷ് പറയണം. അപ്പൊ Hi all, welcome back to our YouTube channel. It's me Hazmi. It's me Shahana. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കരുതേണ്ട കുറച്ച് സാധനങ്ങളെ കുറിച്ചിട്ടാണ്. സോ ട്രാവലിംഗ് എസെൻഷ്യൽസ്. അപ്പൊ ട്രാവൽ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പാക്കിംഗ് ലിസ്റ്റ്. ആദ്യം തന്നെ ക്ലോത്തിങ്, അതുപോലെ തന്നെ എസെൻഷ്യൽസ്, ഇലക്ട്രോണിക്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം ഇതെല്ലാം ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒന്നും മറന്നു പോവുകയില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ കരുതേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ, പിന്നെ നമ്മുടെ പവർ ബാങ്ക് ആൻഡ് ഒരു ചാർജർ. നമ്മുടെ ബാറ്ററി ഒക്കെ പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ടല്ലോ. പിന്നെ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്സെറ്റ്. ഇനി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഡ്രസ്സിങ്. ഓക്കെ, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കുറേ നല്ല ടൈറ്റുള്ള ജീൻസും അല്ലെങ്കിൽ കുറേ നമ്മൾ ഫാഷനബിൾ ആവാൻ വേണ്ടിയിട്ടല്ല യാത്ര ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് സ്ഥലങ്ങൾ കണ്ടുപോരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ട്രാവലിങ്ങിന് യൂസ് ചെയ്യുന്ന കാർഗോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാക്ക് ആയിട്ടുള്ള കുറെ പാൻസ് ഒക്കെ ഡെക്കാത്ലോണിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ വാഷ് ചെയ്താലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണക്കാനൊക്കെ പറ്റിയിട്ടുള്ള കുറെ പാൻസുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും 2 പെയർസ് ഓഫ് ലൈക്ക് പാൻസ് നമ്മളെ കൂടെ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ മിനിമൽ സ്പേസ് എടുക്കണ ക്ലോത്ത്സ് എടുക്കാം. അതുപോലെ ഇപ്പൊ വലിയൊരു ഫ്രോക്കോ അതൊക്കെ കൊണ്ടുപോയിട്ട് അവസാനം അത് വെക്കാൻ ഒത്തിരി സ്ഥലം എടുക്കും നമ്മുടെ ബാഗിൽ. അപ്പം മിനിമം സ്പേസ് എടുക്കുന്ന ക്ലോത്ത്സ് എടുക്കാം. പക്ഷെ അതുപോലെ തന്നെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ താജ്മഹൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അടിപൊളി ഫോട്ടോ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സും കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, പിന്നെ നമ്മൾ ഒരു പെയർ ഓഫ് ഷോക്സ്, പിന്നെ കുറച്ച് ടീഷർട്ട്സ്, അതുപോലെ ഒരു ക്യാപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരുതുന്നത് നല്ലതാണ്. അതുപോലെ നല്ല ടാൻ അടിക്കാനൊക്കെ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാഫ് സ്ലീവ് ഒക്കെ വെയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്ലീവ്സ് സ്ലീവ്സും കൂടെ എടുക്കാം. നിങ്ങളിപ്പം ഇഫ് യു ആർ എ ഹിജാബി ലൈക്ക് യു ക്യാൻ ക്യാരി ലൈക്ക് ഹിജാബ്സ് ആൻഡ് ഓൾസോ ടീഷർട്ട്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൈയൊന്നും ഇത്ര ഒരുപാട് കാണുന്ന കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈ ഒരു സാധനത്തിന് 2 പർപ്പസ് ഉണ്ട്. ടാൻ അടിക്കില്ല, നിങ്ങൾ കൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ടോയ്ലറ്ററീസ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കിറ്റാണ്, ട്രാവൽ കിറ്റാണിത്. ഇതിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. ഇതുപോലെ കൂടുതൽ ബോട്ടിൽസ് അവൈലബിൾ ആയിട്ടുള്ള കിറ്റ്സ് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാനുള്ള ഷാംപൂ, കണ്ടീഷണർ, അല്ലെങ്കിൽ ബോഡി ലോഷൻ, ഫേസ് വാഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഹോൾ ബോട്ടിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മിനി ബോട്ടിൽസ് ആയിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്കൊരു 1 വീക്ക് ട്രിപ്പിനുള്ളതൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇപ്പം നമ്മുടെ ബാക്കിയുള്ള മേക്കപ്പ് സെറ്റിന്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ബാഗിന്റെ കൂടെയൊക്കെ നമ്മുടെ ബ്രഷും കാര്യങ്ങളൊക്കെ നേരിട്ട് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതൊരു ബ്രഷ് ഹോൾഡർ ആണ്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് അല്ലെങ്കിൽ ഒരു മിനി ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇതിൽ വെക്കാം. ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ കൂടാണ്ട് നിങ്ങൾക്കിപ്പം ഒരു പാക്കറ്റ് പോക്കറ്റ് ടിഷ്യൂ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. അതുപോലെ നമ്മളെ ചീർപ്പ്, സൺസ്ക്രീന്, അങ്ങനെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഒരു വാട്ടർ ബോട്ടിൽ, ഇതും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു പോക്കറ്റ് പെർഫ്യൂം ആണ്. ഇതും ഇതുപോലെ നമുക്ക് വലിയ പെർഫ്യൂം ബോട്ടിലൊന്നും ക്യാരി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതും നമ്മുടെ ഹാൻഡ് ബാഗ്, ഒരു സ്ലിംഗ് ബാഗിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യും. ഇത് നമ്മുടെ മാസ്ക്. ഇത് അതുപോലെ തന്നെ ഒരു ഐ മാസ്ക്. അപ്പോൾ ഇത് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ട്രെയിനിലാണെങ്കിലും അതുപോലെ തന്നെ ഫ്ലൈറ്റിലാണെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാം, നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം മോസ്റ്റ്ലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീപ്പൊക്കെ ഭയങ്കര, നമ്മളൊരു റൂം എടുത്ത് ട്രാവൽ ചെയ്ത് എപ്പോഴും നടക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പകലാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ലൈറ്റ് അടിക്കും. ഞാനൊക്കെ ലൈറ്റ് അടിച്ച് ഉറങ്ങാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നെക്ക് പില്ലോ, നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. അതുപോലെ ഇത് ഞങ്ങൾ എല്ലാ ട്രിപ്പിനും എടുക്കുന്ന ഒരു സാധനമാണ്. Okay, so next you can carry like a flask. അതായത് ഇപ്പൊ നമ്മൾ ഒരിക്കലും പോണ സമയത്തൊക്കെ നമുക്കൊരു ചൂടുവെള്ളം ക്യാരി ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ഫ്ലാസ്ക് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ മൗണ്ടെയിൻസിലൊക്കെ പലപ്പോഴും പോകുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര തണുപ്പാവില്ല നമ്മൾ പോണ അധിക സ്ഥലങ്ങളും. അപ്പൊ കുറച്ച് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ തൊണ്ടവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ക്യാരി ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. വാട്ടർ ബോട്ടിൽ നമ്മളെല്ലാവരും യൂഷ്വലി പലരും ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, അത് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടല്ലോ എന്ന് പറയാറുണ്ട്.
പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ വെള്ളം എടുത്തിട്ട് പോവുക. അതുപോലെ സ്റ്റീലിന്റെ ബോട്ടിൽ യൂസ് ചെയ്യുക. പ്ലാസ്റ്റിക് അത്ര നല്ലതും അല്ല, അതുപോലെ അതൊരു വേസ്റ്റ് ആയിട്ട് മാറും. നമ്മൾ പല സ്ഥലത്തുനിന്നും വാങ്ങിക്കാണ് മിനറൽ വാട്ടറിന്റെ റെസ്പോൺസിബിലി. സോ മിനറൽ വാട്ടറിന്റെ ബോട്ടിലൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വേസ്റ്റ് നമ്മൾ കാരണം ഒരു 6 days ട്രാവലൊക്കെ അത്രയും ഡേയ്സ് അത് വാങ്ങിക്കാന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പല സ്ഥലത്തുനിന്നും വെള്ളം കിട്ടും, ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എവിടെ നിന്നാണോ അവൈലബിൾ അവിടെ നിന്ന് നമുക്ക് ഫിൽ ചെയ്യാം. ഇതൊന്നും കൂടാതെ നമ്മൾ ഇനി എങ്ങോട്ടാണോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോണ്ടി വരും. നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് 7 Sisters, അതായത് നോർത്ത് ഈസ്റ്റിലോട്ടാണ്. അപ്പം കൂടുതൽ ചിറാപുഞ്ചിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു റെയിൻ കോട്ടോ അല്ലെങ്കിൽ ഒരു കോടയോ ഒക്കെ കരുതുന്നത് നല്ലതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ എന്തായാലും റിസർച്ച് ചെയ്യും, അതിനുള്ള ഐറ്റിനറി പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്, അവിടെ ചൂടാണെങ്കിൽ സമ്മർ ക്ലോത്ത്സ് എടുക്കുക, അവിടെ തണുപ്പാണെന്നുണ്ടെങ്കിൽ വിന്റർ ക്ലോത്ത്സ് എടുക്കുക. നമ്മൾ ഹിമാചൽ പോകുന്ന സമയത്ത് ഞങ്ങൾ അധികം വിന്റർ ക്ലോത്ത്സ് ക്യാരി ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ അവിടെ അപ്പൊ ഒരു കോള് വന്നു, അതാണ് കേട്ടോ കട്ടായത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ തവണ ഹിമാചൽ പോയ സമയത്ത് നമ്മൾ വിന്റർ ക്ലോത്ത്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, അധികം എടുത്തിട്ടില്ലായിരുന്നു, കുറച്ചൊക്കെ കരുതി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ അവിടുന്ന് വാങ്ങിക്കേണ്ടി വന്നു. അതാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, കാരണം അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ക്ലോത്ത്സ്. അപ്പൊ നമ്മൾ അതെന്തായാലും റിസർച്ച് ചെയ്തിട്ട് പോവാം. തണുപ്പുണ്ടോ, മഴയുണ്ടോ, ചൂടാണോ, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോവാം. പിന്നെ നമ്മൾ ക്യാരി ചെയ്യേണ്ട ഒരു സാധനമാണ് ഒരു ബാത്ത് ടവല്. ഇപ്പൊ ഡെക്കാത്തലോണിൽ 100 രൂപ 110 രൂപയ്ക്ക് ഒരു ടവല് കിട്ടും, പെട്ടെന്ന് ഉണങ്ങുന്നത്. നമ്മൾ തോർത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ടർക്കിയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അത് അടങ്ങാറാ, കുറെ സ്പേസും കളയും, പിന്നെ അത് വെയിറ്റും കൂടുതലാണ്. ഇപ്പം ഭയങ്കര മൈക്രോ ഫൈബറിന്റെ ഒക്കെ അല്ലെങ്കിൽ ചെറിയ നല്ല ടവൽസ് ഉണ്ട്, അതെടുത്തിട്ട് പോവാ, ക്യാരി ചെയ്യാൻ ഈസിയാണ്, അതാണ് കംഫർട്ടബിൾ. പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. അധികം കട്ടിയുള്ളത് എടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് ഡ്രൈ ആവില്ല. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഉണക്കാനൊന്നും സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. സോ നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങാനും കഴിയുന്ന ടൈപ്പ് ഓഫ് ടവൽസ് എടുക്കാം, ബാത്ത് ടവൽസ് എടുക്കാം. ഇനി മുതൽ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, യാത്ര വീഡിയോസും വ്ളോഗ്സും ഒക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കണം അല്ലെങ്കിൽ വ്ളോഗ്സ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ട്രൈപോഡ് അല്ലെങ്കിൽ മൈക്ക് അതൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യാം. അതുപോലെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു നോട്ട്ബുക്കും ഒരു പേനയും കയ്യിലെടുക്കാനാണ്. അതായത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ജേർണലിംഗ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞി നോട്ട്ബുക്ക്, നമ്മുടെ കുഞ്ഞി ബാഗിൽ കൊള്ളുന്ന ഒരു ബുക്ക് കയ്യിൽ കരുതും. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ മെമ്മറീസ് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കും അവിടെ ടിക്കറ്റിന് എത്രയായിരുന്നു, നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെയാണ് പോയത്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. അത് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും എഴുതാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫോൺ എടുത്തു കഴിയുമ്പോൾ നമ്മളതിൽ മ്യൂസിക് കേൾക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോകും, ആരെങ്കിലും മെസ്സേജിന് റിപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് പോകും. അതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അധികം ഫോൺ യൂസ് ചെയ്യാണ്ട് നോട്ട്ബുക്കിൽ തന്നെ അത് എഴുതി വെക്കാനാണ് ശ്രമിക്കാറ്. അതുപോലെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നെറ്റ്വർക്ക് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മ്യൂസിക് ഒക്കെ ഒരു ഡൗൺലോഡ് ചെയ്ത്, മ്യൂസിക് കേൾക്കുന്നവരാണെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. ഞാൻ ക്യാരി ചെയ്യുന്നത് ഒരു ബുക്കാണ്, വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1-2 കുഞ്ഞു ബുക്കുകൾ കരുതും. അത് ഈ യാത്രയുടെ സമയത്ത് വായിക്കും. കാരണം ഡൽഹിക്കൊക്കെ ഉള്ള ട്രിപ്പ് എന്ന് പറയുമ്പോൾ 2 days കണ്ടിന്യൂസ് ട്രെയിനിൽ ഇരുന്ന് പോകേണ്ടി വരും. ഒരു ബുക്ക്, വായിക്കാനുള്ള ഒരു ബുക്ക് കയ്യിൽ കരുതും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ബുക്ക് ക്യാരി ചെയ്യുമ്പോൾ എനിക്കൊക്കെ ഒരു ഹാബിറ്റ് ഉണ്ട്. നമ്മളിങ്ങനെ ഈ ചെടികളും പൂക്കളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ കാണുന്നത്, അതൊക്കെ പറിച്ചിട്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആ സ്ഥലത്തിന്റെ ഒരു മെമ്മറി എന്ന രീതിയിൽ ഈ ബുക്കിലാവുമ്പോൾ അത് മീൻസ് സ്റ്റഫ് ചെയ്തിട്ട് കീപ്പ് ചെയ്യാനും നല്ലതാണ്. ഇനി അടുത്തായിട്ടുള്ള ഒരു മെയിൻ സാധനമാണ് ബാഗ്. അതായത് നമുക്കൊരു ബാക്ക് പാക്ക് ഉണ്ടാവും, അത് കൂടാണ്ട് നമ്മൾ എന്താണ് നമ്മൾ കരുതേണ്ടത് എന്നുള്ളതാണ്. സോ ഷാനത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴുള്ള കൺസേൺ ആണ് ഏത് ബാഗ് എടുക്കണം. മോർ ദാൻ ഡ്രസ്സ് ഞങ്ങൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്നത് ഏത് ബാഗ് എടുക്കണം, ട്രോളി എടുക്കണോ, വലിയ ബാക്ക് പാക്ക് എടുക്കണോ, അല്ലെങ്കിൽ സ്ലിംഗ് ബാഗ് എടുക്കണോ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇപ്പം എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രോളി എടുക്കാനാണ്. കാരണം മിക്കവാറും അത് എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമിനോ വർക്ക്ഷോപ്പിനൊക്കെ പോകുന്ന സമയത്ത് ഫ്ലൈറ്റിലായിരിക്കും യാത്ര. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകാനും വരാനൊക്കെ കഴിയും. അപ്പോൾ നമ്മളൊരു ട്രോളിയും പ്ലസ് ഇങ്ങനത്തെ ഒരു ബാഗും എടുത്താൽ മതി. അപ്പോൾ എസെൻഷ്യൽസ് ഒക്കെ ഇതിൽ കീപ്പ് ചെയ്യാം. ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രോളിയിൽ വെക്കാം. അപ്പോൾ അത് കൊണ്ടുപോകാനും ക്യാരി ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. അതേസമയം നമ്മളൊരു ബാക്ക് പാക്കിങ്ങിനോ ട്രെക്കിങ്ങിനോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ട്രെയിനിലും അതുപോലെ തന്നെ നടന്ന് കുറേ സ്ഥലത്ത് പോകേണ്ടി വരും. എല്ലാ സ്ഥലത്തും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ട്രോളിയും കൊണ്ട് ഇങ്ങനെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ നമ്മളെപ്പോഴും ബാക്ക് പാക്ക്, ഞാൻ യൂസ് ചെയ്യുന്നത് ഡെക്കാത്ലോണിൻ്റെ ഒരു ബാഗാണ്. അപ്പോൾ നമ്മൾ അത് ഞാനൊരു 5-6 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. സോ ഷാനു പറഞ്ഞ പോലെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബാഗ് ഉണ്ടല്ലോ, മേലെ മാത്രം സിബ് ഉള്ളത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അടിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടാണ് നമുക്ക് ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ് ഉണ്ട്. ഐ മീൻ ഇവിടെ തൊട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. അതായത് നമുക്ക് മുഴുവനായിട്ട് എന്താണ് ഇതിനിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. സോ എക്സാക്ട്ലി നമുക്ക് എന്താണോ വേണ്ടത് അത് എടുക്കാൻ പറ്റിയ ടൈപ്പ് ബാഗുകളുണ്ട്. മീൻസ് 45 ലിറ്ററിന്റെ 60 ലിറ്ററിന്റെ ഒക്കെ ഒരു 45-50 ലിറ്ററിന്റെ ബാഗൊക്കെ മിനിമം നിങ്ങൾക്ക് അതെങ്കിലും വേണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബാഗ്, നമ്മുടെ ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മുടെ മൊബൈല്, ചാർജർ, വാലറ്റ് ഒക്കെ ഒരു ചെറിയ സ്ലിംഗ് ബാഗിൽ അങ്ങനെ കീപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കൂലേ, അങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പൊതുവെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ബാഗ് എടുക്കാനാണ്. കാരണം ഈ ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഈ വലിയ ബാഗും പിടിച്ചിട്ട് മല കയറിപ്പോലും ഭയങ്കര പാടാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസത്തിനൊക്കെ ആണല്ലോ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ട്രക്ക് ചെയ്യാം. സോ നമ്മൾ ഒരു പേര് ഡ്രസ്സ്, വെള്ളക്കുപ്പി, നമ്മുടെ എസെൻഷ്യൽ സാധനങ്ങളൊക്കെ ഈ ഒരു ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വലിയ കനം ഉണ്ടാവില്ല, കൊണ്ടെടുക്കാനും സുഖമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ബാഗാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിനനുസരിച്ചാണ് കേട്ടോ. നിങ്ങളിപ്പോ ഒരു പിക്നിക് അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു ലക്ഷർ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ലിംഗ് ബാഗ് എടുത്തിട്ട് ഫോണും സാധനങ്ങളും മാത്രം കീപ്പ് ചെയ്താൽ മതി. പക്ഷെ ഒരു ട്രക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കുഞ്ഞു ബാക്ക് പാക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. ഐ മീൻ നിങ്ങളുടെ മെയിൻ ബാഗിന്റെ കൂടെ. ഇനി നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മളെ നെക്സ്റ്റ് ട്രിപ്പ് പോകുന്ന സമയത്ത് എന്തായാലും പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാം. ആൻഡ് ഓൾസോ വി വിൽ ഷെയർ ദിസ് ലിസ്റ്റ് വിത്ത് യു. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം ഇതിന്റെ അവസാനം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇതേപോലെ നിങ്ങൾ എന്തൊക്കെയാണ് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്നുള്ളത് നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതെന്താണ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഞങ്ങൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യും കേട്ടോ. ഷുവർ. സോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.